എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 79-ാം ദിവസം. ഓം ശ്രീ മഹാദേവി നമ. ശ്രീ മഹാത്രിപുരസുന്ദരി നമ. ഓം ശ്രീ ആദിപരാശക്തി നമ. സൗന്ദര്യലഹരി ശ്ലോകം 79. നിസർഗക്ഷീണസ്യ സ്തനതടപരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലക ശനൈകസ്തൃട്യത ഇവ ചിരം തേ മധ്യസ്യ തൃഡിതതടിനീതീരതരുണ സമാവസ്ഥാസ്തേംനോ ഭവതു കുശലം ശൈലതനയേ. നിസർഗക്ഷീണസ്യ സ്തനതടപരേണ ക്ലമജുഷ നമന്മൂർത്തേ നാരീതിലക ശനൈകൈസ്തൃട്യത ഇവ ചിരം തേ മധ്യസ്യ തൃഡിതതടിനീതീരതരുണ സമാവസ്ഥാസ്തേംന ഭവതു കുശലം ശൈലതനയേ. അല്ലയോ നാരീതിലകമായ പാർവതി, സ്വാഭാവികമായി തന്നെ അതികൃശമായുള്ളതും. ഇവിടെ ദേവിയുടെ ഒതുങ്ങിയ അരക്കെട്ടിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. സ്വാഭാവികമായി തന്നെ അതികൃശമായുള്ളതും സ്തനമണ്ഡല ഭാരത്താൽ വിശേഷിച്ചും അല്പം മുമ്പോട്ട് കുനിഞ്ഞതും പതുക്കെ ഒടിഞ്ഞു പോകുമോ എന്ന് തോന്നുന്നതും കരയിടിഞ്ഞ നദീതീരത്തിൽ നിൽക്കുന്ന വൃക്ഷത്തോട് തുല്യമായി സ്ഥിരതയോടുകൂടി ഇരിക്കുന്നതുമായ ഈ മധ്യപ്രദേശത്തിന് ബഹുകാലം ക്ഷേമം ഭവിക്കട്ടെ. അല്ലയോ നാരീതിലകമായ പാർവതീദേവി, നാരികളുടെ തിലകമായിരിക്കുന്ന പാർവതി, സ്വാഭാവികമായി തന്നെ ദേവിയുടെ അരക്കെട്ട് ഒതുങ്ങിയതാണ്, ഉദരഭാഗം ഒതുങ്ങിയതാണ്. അത് സ്തനമണ്ഡല ഭാരത്താൽ, ദേവിയുടെ സ്തനത്തിൻ്റെ ഭാരത്താൽ അത് വിശേഷിച്ച് അല്പം മുമ്പോട്ട് കുനിഞ്ഞതാണ്. ഇപ്പോൾ ഒടിഞ്ഞു വീഴുമോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ദേവിയുടെ ആ ഉദരഭാഗം. കരയിടിഞ്ഞ നദീതീരത്തിൽ നിൽക്കുന്ന വൃക്ഷത്തോട് തുല്യമായി എന്നുവെച്ചാൽ എന്താ പറഞ്ഞ, ഈ വെള്ളപ്പൊക്കവും കുത്തൊഴുകിയ വെള്ളമൊക്കെ ഉള്ളിടത്ത് നിൽക്കുന്ന മരം കണ്ടാൽ തോന്നും ഇപ്പം ഒടിഞ്ഞു വീഴുമോ. നല്ല കാറ്റും മഴയും ഉള്ളപ്പോൾ അത് ആടി ഉലയും. അപ്പോൾ വിചാരിക്കും ഇപ്പോൾ ഒടിഞ്ഞു വീഴുമോ എന്ന് തോന്നുന്ന പോലെ. അതുപോലെയാണ് ദേവിയുടെ മുന്നോട്ട് കുനിഞ്ഞ കടിപ്രദേശമെന്നാണ് പറയുന്നത്. കരയിടിഞ്ഞ നദീതീരത്തിൽ നിൽക്കുന്ന വൃക്ഷത്തോട് തുല്യമായി സ്ഥിരതയോടുകൂടിയിരിക്കുന്നതുമായ ദേവിയുടെ മധ്യപ്രദേശത്തിന് ബഹുകാലം ക്ഷേമം ഭവിക്കട്ടെ. ഇവിടെ അത് എന്താണ്, സ്ഥിരമായിരിക്കട്ടെ. കാരണം എല്ലാ ജീവജാലങ്ങളും ലയിച്ചു ചേരുന്ന ദേവിയുടെ ആ ഉദരത്തിലാണ്. ആ ഉദരത്തിൽ ലയിച്ചു ചേരേണ്ടതാണ്. അപ്പോൾ അത് ഒടിഞ്ഞു പോയാൽ ശരിയാകത്തില്ല. അപ്പോൾ എന്ത് വേണം? ദേവിയുടെ ഉദരഭാഗം അവിടെ വേണം. അപ്പോൾ ഇവിടെ പറയുന്നത് സ്വാഭാവികമായി തന്നെ അതികൃശമായുള്ളതാണ്. പിന്നെ ദേവിയുടെ ആ വലിയ സ്തനങ്ങളുടെ ഭാരത്താൽ എന്ത് ചെയ്യുന്നു, ആ കൃശമായ ആ ശരീരം അല്പം മുമ്പോട്ട് കുനിഞ്ഞ് പതുക്കെ മുന്നോട്ട് കുനിഞ്ഞതും പതുക്കെ ഒടിഞ്ഞു പോകുമോ എന്നത്, ഇപ്പോൾ ഒടിഞ്ഞു പോകുമോ എന്ന് തോന്നുന്നതും കരയിടിഞ്ഞ നദീതീരത്ത് നിൽക്കുന്ന വൃക്ഷത്തോടാണ് ദേവിയുടെ കൃശഭാഗത്തെ, ഈ ദേവിയുടെ കടിപ്രദേശത്തെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ പറയുന്നത് ദേവിയുടെ ആ ഉദരഭാഗം സ്ഥിരതയോടുകൂടി ഇരിക്കട്ടെ, ഈ മധ്യപ്രദേശത്തിന് ബഹുകാലം ക്ഷേമം ഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് കാലം യാതൊരു കുഴപ്പവുമില്ലാതെ നിൽക്കട്ടെ. കാരണം ആ ദേവിയുടെ ആ ഉദരഭാഗം എല്ലാവർക്കും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ലയിച്ചു ചേരുന്ന ദേവിയുടെ ആ ഉദരത്തിൽ നിന്നാണ്. പിന്നീടാണ് ദേവിയുടെ നാഭിയിൽ നിന്നും ഈ സൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ദേവിയുടെ എന്താ പറഞ്ഞ കടിപ്രദേശം വളരെ വളരെ ഐശ്വര്യം തരുന്നതാണ്. എല്ലാവർക്കും ദേവിയുടെ ആ മധ്യപ്രദേശത്തിന് ബഹുകാലം ക്ഷേമം ഭവിക്കട്ടെ. ദേവിയുടെ മധ്യപ്രദേശം ചിരം ക്ഷേമമായിരിക്കട്ടെ. അതുപോലെ ദേവിയുടെ മധ്യപ്രദേശം വളരെ കൃശമാണ്.
എന്നാൽ എന്താ പറയുക, എന്തുകൊണ്ടാണ് കൃശമായതെന്ന് വെച്ചാൽ സ്വാഭാവികമായി തന്നെ നാരീതിലകമായ പാർവതീ ദേവിയുടെ കടിപ്രദേശം വളരെ കൃശമാണ്, ഉദരഭാഗം വളരെ കൃശമുള്ളതും. എന്നാൽ ഇപ്പോൾ ഒടിഞ്ഞു വീഴുമോ എന്ന് തോന്നുമാറുള്ളതുമാണ്. കാരണം ഈ സ്തനങ്ങളുടെ ഭാരത്താൽ അല്പം കുനിഞ്ഞതാണ്, അല്പം കുനിഞ്ഞ് ഇപ്പോൾ ഒടിഞ്ഞു വീഴുമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും അഭയം കൊടുക്കേണ്ട അമ്മയുടെ ഉദരമാണ്. അങ്ങനെയുള്ള അമ്മയുടെ ഉദരം എന്താണ് എപ്പോഴും അതിന് ബഹുകാലം ക്ഷേമം ഭവിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. നിസർഗക്ഷീണസ്യ സ്തനതട പരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലക ശനകൈസ്തൃഢ്യത ഇവ ചിരന്തേ മധ്യസ്ഥ ത്രുടിത തടിനീ തീര തരുണ സമാവസ്ഥാസ്തേംനോ ഭവതു കുശലം ശൈലതനേ. എല്ലാവർക്കും